തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. സമയം 6:28, 6:35 ബാങ്ക്. അൽഹംദുലില്ലാ, അങ്ങനെ നമ്മളൊരു ചെറിയ നോമ്പ് തുറയുടെ ഐറ്റംസ് ഉണ്ടല്ലോ. നല്ല അടിപൊളി പള്ളിയിലെ കഞ്ഞിയുണ്ട്, പിന്നെ അച്ചാറുണ്ട്, പിന്നെ മുന്തിരിയുണ്ട്, പപ്പായ, പിന്നെ കിണ്ണത്തപ്പം ഇതും ഉണ്ടാക്കിയാണ്, പിന്നെ കാബജി, പിന്നെ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ നമുക്ക് ഹണി യൂസ് ചെയ്യാം, പിന്നെ സോസ് ഉണ്ട് കാബജിയുടെ കൂടെ, പിന്നെ ഇത് നമുക്ക് പള്ളിയിൽ നീട്ടിയ ഗീ റൈസ്, ചിക്കൻ കറി, പിന്നെ പഴം, പിന്നെ ചിക്കു, പിന്നെ അതേപോലെ തന്നെ വാട്ടർ മെലൺ ഉണ്ട്, പിന്നെ നമ്മുടെ മെയിനായിട്ട് ഈത്തപ്പഴം, പിന്നെ ഗ്രേപ്പ് ജ്യൂസാണ് ഗൈസ്. പിന്നെ ഇനി ചൂടുവെള്ളം കൂടെ കൊണ്ടുവയ്ക്കണം. എനിക്ക് ചൂടുവെള്ളമാണ് മസ്റ്റ് നോമ്പ് തുറക്കാൻ ഫസ്റ്റ്. ഗൈസ് ബാങ്ക് കൊടുക്കുന്നു. ചൂടുവെള്ളം കുടിച്ചാൽ ആദ്യം നോമ്പ് തുറത്തത്. നമുക്ക് ജ്യൂസ് കുടിക്കാം ഗൈസ്, മുന്തിരി ജ്യൂസ്. ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് ഗൈസ് ഒരു ആശ്വാസമായത്. നോമ്പൊക്കെ പിടിക്കണം, അപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വില മനസ്സിലാവും. ഫ്രൂട്ട്സ് ഇതുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത് ചിക്കു കഴിക്കാം. നമ്മളെ വീട്ടിൽ തന്നെ വളർന്നതാണ്. നമുക്ക് വാട്ടർ മെലൺ, പപ്പായ ഞാൻ കഴിക്കുന്നില്ല, എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല ഗൈസ്. ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് വെച്ച് കഴിച്ച് നമുക്ക് പള്ളിയിലെ കഞ്ഞി കുടിക്കാം. ഈ വർഷത്തെ കഞ്ഞി എങ്ങനെയാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ പള്ളിയിലെ കഞ്ഞി കുടിക്കാം. ഫ്രൂട്ട്സൊക്കെ ഓരോന്ന് വെച്ച് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ അടുത്തുണ്ട്, നമ്മുടെ വീട്ടിൽ വരാൻ താല്പര്യമില്ല. കഞ്ഞി കുടിക്കാം, ഇവിടെ അടിപൊളി കഞ്ഞി. നമ്മുടെ അച്ചാറുണ്ട്. കഞ്ഞി കുടിച്ചിട്ട് നേരെ നിസ്കരിക്കാൻ പോകും ഗൈസ്. ഇനി നമുക്ക് ഉണ്ടാക്കിക്കുന്ന അപ്പം കഴിച്ചു നോക്കാം. കഞ്ഞിയൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? നിങ്ങൾ പറയുന്ന കേൾക്കില്ല, ഇതിൽ മേടിക്കണ്ട. ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടും. ചിലപ്പോൾ ഗൈസ് സംസാരിച്ചു. നമുക്ക് ബജിയുണ്ട്, കാബജി സോസും ഉണ്ട് ഗൈസ്. കണ്ടണക്കൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മളെ കാബജി ചിലതൊക്കെ കടിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല. അതിന് സോസ് കൂട്ടിയാൽ കഴിക്കാമോ? അതിന് നമ്മൾ ചായ പിടിക്കുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മൾ നിസ്കരിക്കട്ടെ. അതിന് ശേഷം കുറച്ച് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ച് അച്ചാറും കറിയൊക്കെ കഴിച്ച് കഴിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ച് ബിരിയാണി കഴിക്കാം, കഴിഞ്ഞിട്ട് നമുക്ക് ഷായ കൂടെ നിസ്കരിക്കാം.